വയനാട് മഹാദുരന്തത്തെ തുടർന്ന് SDPI വളണ്ടിയർമാർ മലയും പുഴയും താണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാകുന്നു. മലവെള്ളം വിഴുങ്ങിയ വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ദുരന്തത്തിനിരയായി ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളായി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തിയത് ചാലിയാർ പുഴയിലൂടെയായിരുന്നു. സ്വജീവൻ പോലും പണയം വെച്ച് അവയെല്ലാം വാരിയെടുത്ത് ബന്ധുക്കൾക്കും ഉറ്റവർക്കും കൈമാറാൻ അവർ കാണിച്ച ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ വയനാട്, മലപ്പുറം ജില്ലകളിൽ ചിട്ടയായതും വ്യവസ്ഥാപിതവുമായ പ്രവർത്തനങ്ങളാണ് SDPI കാഴ്ചവെച്ചത്. ജൂലൈ 30 പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി SDPI വളണ്ടിയർമാർ സജ്ജരായെത്തി. രാത്രി 3 മുതൽ തന്നെ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. അന്ന് രാത്രി 150-ലധികം വോളണ്ടിയർമാരാണ് ദുരന്ത മേഖലയിലേക്ക് ഓടിയെത്തിയത്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 31-ന് രാവിലെ തന്നെ മേപ്പാടിയിൽ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചു. കൊപ്പംകൊല്ലിയിൽ കളക്ഷൻ സെൻ്ററും ആരംഭിച്ചു. അന്നേ ദിവസം തന്നെ വിംസ് ആശുപത്രിയിൽ കളക്ഷൻ സെൻ്റർ ആരംഭിച്ച് രോഗികളെ സന്ദർശിക്കുകയും അവശ്യ സഹായങ്ങൾ നൽകുകയും ചെയ്തു. ദുരന്ത മേഖലയിലും കളക്ഷൻ സെൻ്ററുകളിലും MSA, പഞ്ചായത്ത്, കമ്മ്യൂണിറ്റി ഹാൾ, സ്കൂൾ ക്യാമ്പ്, ട്രാഫിക് തുടങ്ങി മേഖലകളിലും വോളണ്ടിയർമാരുടെ സേവനം ഏർപ്പെടുത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ 100 കണക്കിന് വോളണ്ടിയർമാരാണ് വിശ്രമമില്ലാതെ സേവന രംഗത്തിറങ്ങിയത്. വയനാട്ടിലെ പ്രവർത്തകർക്ക് പിന്തുണയുമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും വോളണ്ടിയർമാർ എത്തിയിരുന്നു. മണൽത്തിട്ടുകളെ കവർന്നെടുക്കുകയും കരിമ്പാറകളെയും വൻമരങ്ങളെയും കടപുഴുക്കുകയും കോൺക്രീറ്റ് സൗധങ്ങളെ നിലംപരിശാക്കുകയും ചെയ്ത മലവെള്ളപ്പാച്ചിലിന് SDPI വളണ്ടിയർമാരുടെ നിശ്ചയദാർഢ്യത്തെ ഒട്ടും തന്നെ പിന്തിരിപ്പിക്കാനായില്ല. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂരിലെ പോത്തുകല്ലിൽ കൺട്രോൾ റൂം തുറന്നുകൊണ്ടാണ് ചരിത്രപരമായ ദൗത്യത്തിന് SDPI നേതൃത്വം നൽകിയത്. സംഭവം നടന്ന അന്നു മുതൽ തിങ്കൾ വരെ 1100ഓളം വോളണ്ടിയർമാരാണ് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലയിൽ പ്രവർത്തനം നടത്തിയത്. പൊന്നാനി, കടലുണ്ടി തീരപ്രദേശങ്ങളിൽ നിന്ന് പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ അവരുടെ വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ 4-ാം ദിവസം പരിചയസമ്പന്നരായ മരം വെട്ടുകാരെ രംഗത്തിറക്കി. 164 പേരിൽ 80 പേരും മരം വെട്ട് തൊഴിലാളികളായിരുന്നു. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിയ പോത്തുകല്ലിലെ ഫാം ഹൗസിൻ്റെ മേഖലകളിൽ കൂറ്റൻ കുന്നുകൾ 4 മണിക്കൂറുകൾ 15 കിലോമീറ്ററുകൾ നടന്നും തിരിച്ചും താണ്ടി ഭക്ഷണം പോലുമില്ലാതെ ഒരു സംഘത്തിനും നടക്കാത്ത പ്രവർത്തനമാണ് ഇവർ നടത്തിയത്. കുത്തൊഴുകി വരുന്ന ചാലിയാറിൽ വാഹനങ്ങളുടെ ട്യൂബുകളിൽ ചെന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയും പാലത്തിൽ കുടുങ്ങിയവ മാറ്റിയും പ്രവർത്തകർ നടത്തിയത് അഭിനന്ദനാർഹമാണ്. മാത്രമല്ല, ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മോർച്ചറികളിൽ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർമാർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ ഒരുക്കുന്നതിനും 20 വോളണ്ടിയർമാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. പലപ്പോഴും ഫാം ഹൗസിലേക്ക് ദൗത്യത്തിന് പോകുന്നവർ തുണിയിൽ മൃതദേഹങ്ങൾ പൊതിഞ്ഞ് തോളിൽ വെച്ച് തന്നെ ചുമന്ന് താഴെ എത്തിക്കുന്നതും ഇതിനിടയിൽ വിശപ്പ് സഹിക്കവയ്യാതെ ദുർഗന്ധം സഹിച്ച് പഴം കഴിക്കുന്നതടക്കം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന സങ്കീർണത വിളിച്ചോതുന്നു. അതിരാവിലെ തന്നെ എത്തി വൈകുന്നേരത്തോടെ തിരിച്ച് ജില്ലയുടെ പല ഭാഗത്തും നിന്ന് വന്നവരാണെന്ന് വോളണ്ടിയർ ജില്ലാ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടിയും നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബഷീറും പറയുന്നു. പൊന്നാനി മുതൽ നിലമ്പൂർ വരെയുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് ഇതിനായി ഇറങ്ങുന്നത്. ശനിയാഴ്ച 500 പ്രവർത്തകരെ ഒരുമിച്ചിറക്കി ചാലിയാറിൻ്റെ തീരങ്ങളിലും പുഴയിലും നടത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. SDPI ദേശീയ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ മജീദ് ഫൈസി, സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ എന്നിവർ നേരിട്ടെത്തി പ്രവർത്തകരുടെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. ഇതുവരെയായി 70-ലധികം മനുഷ്യ ശരീരങ്ങൾ SDPI വോളണ്ടിയർമാർ കണ്ടെടുത്തതായി ഇവർ പറയുന്നു. പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ SDPI പ്രവർത്തകർ ചെയ്യുന്നുവെന്നത് ഇവരുടെ സമർപ്പണത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് വിലയിരുത്തുന്നത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.